കൺസെപ്റ്റ് ഫോളോയിങ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ മറ്റൊരു അസറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ അപ്പൊ നമ്മൾ പറയാൻ ലിക്വിഡ് അസറ്റ്. ക്യാഷിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ മണീനെ, കറൻസിനെ ലിക്വിഡ് എന്ന് പറയുന്നത്? ഇപ്പൊ പോയിട്ട് 10 രൂപ ഉണ്ടെങ്കിൽ അപ്പുറത്തെ കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേറൊരു സാധനമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഏറ്റവും ലിക്വിഡിറ്റി ഡിക്രീസിങ് ഓർഡർ ആണ്, വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ തെറ്റിക്കില്ല കേട്ടോ. ഡിക്രീസിംഗ് ഉണ്ട്, ഇൻക്രീസിംഗ് ഉണ്ട്. ഡിക്രീസ് മീൻസ് ഏറ്റവും ഹൈലി ലിക്വിഡിറ്റി കറൻസിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡ്, അത് കഴിഞ്ഞാൽ സേവിങ്സ്, അത് കഴിഞ്ഞാൽ ടൈം. അപ്പൊ 4 1 3 2 4 1 D. അറിയാലോ? ദിസ് വൺ ഹാവ് ഹേർഡ് അബൌട്ട് ലിക്വിഡിറ്റി ട്രാപ്പ്. വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഇൻ എക്കണോമി. എഴുതി വെച്ചോളൂ, ലിക്വിഡിറ്റി ട്രാപ്പ്. ഒന്നുമില്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസികൾ ഇൻഎഫക്റ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ്. കാരണം ആളുകൾ ആരും ബാങ്കിൽ കൊണ്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. എല്ലാവരും എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? കയ്യിൽ ക്യാഷ് കൂടുതൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉത്സവ സമയത്തൊക്കെ. ഈവൻ ദോ ദ monetary policy is expansionary, people are not depositing money. Okay, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വിഡിറ്റി ട്രാപ്പ്. Is the situation in which prevailing interest rates are low. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, സേവിങ്സ് റേറ്റ് ഹൈ ആണ്, മേക്കിംഗ് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ്. കണ്ടോ? അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ്, പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ലോ, സേവിങ്സ് റേറ്റ്സ് ഹൈ, ബട്ട് യു ആർ നോട്ട് ഡെപ്പോസിറ്റിംഗ്. Then in a liquidity trap, okay, consumers choose to avoid bonds and keep their fund in savings because of the prevailing belief that interest rate will soon rise. Thus reduces the bond yield and make them less attractive. അപ്പം ഇതുണ്ടോ, ബോണ്ട് yield കുറയ്ക്കുന്നു, ബോണ്ട് ഒക്കെ ലെസ് അട്രാക്റ്റീവ് ആവുന്നു. When expansionary monetary policy does not increase the interest rate income and hence does not stimulate. അതായത് എക്സ്പാൻഷനറി മോണിറ്ററി പോളിസികൾ ഇൻഎഫക്റ്റീവ് ആവുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയാം.